ദീനം വന്നാൽ പാവമാണ്. എല്ലാവരും ദീനം വന്നാൽ പാവമാണ്. നമ്മൾ മുറ്റത്തൊന്നും ഇറങ്ങൂല. നമ്മുടെ മലയാളികളുടെ നെഞ്ച് തകർക്കുന്ന ആ ഗോൾ വന്നത്, ആ ഗോൾ അടിച്ചത് അഭിഷേക് പവാർ. നല്ല പവറിൽ അടിയായിരുന്നു. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖാണോ? നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സിന്റെ 16ാമത്തെ ക്ലാസ് ആണ്. മക്കളെ, വരാൻ പോകുന്ന എല്ലാ PSC പരീക്ഷകൾക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് മുഴുവൻ കറണ്ട് അഫയേഴ്സും 150 ക്ലാസ് 150 PDF. ഇത് 16ാമത്തെ ക്ലാസ് ആണ്. ഇതുവരെ എടുത്ത മുഴുവൻ ക്ലാസിന്റെയും ഒരൊറ്റ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ മുകളിൽ പ്രൊവൈഡ് ചെയ്യാം. ക്ലാസ്സുകളെല്ലാം കാണുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് പ്ലേലിസ്റ്റിൽ പോയിട്ട് ക്ലാസ്സുകൾ ഓരോന്ന് കാണുക. എല്ലാത്തിന്റെ PDF ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനൽ കൊടുക്കുന്നുണ്ട്. ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാകും കേട്ടോ. അപ്പൊ ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, ക്ലാസ്സുകൾ നോക്കൂതാ. നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ കായിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷ് ട്രോഫി ഉണ്ട് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള PDF ഒക്കെ നിങ്ങൾക്ക് നൽകുന്നു. ക്ലാസ് നൽകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് അടിക്കുക കേട്ടോ. പെട്ടെന്ന് തീരും. വളരെ കുറച്ച് കാര്യങ്ങൾ. ആദ്യം തന്നെ നമ്മുടെ ഒരു പ്രശ്നം, ഉറക്കം അല്ലെ. പഠനത്തിൽ നമ്മളെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഉറക്കം. ഉറക്കശീലങ്ങളെ അടിസ്ഥാനമാക്കി ആരോഗ്യ പ്രശ്നങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന ആദ്യത്തെ AI മോഡലിന്റെ പേരാണ് സ്ലീപ്പ് FM. അമേരിക്കയിലെ സർവകലാശാലയിൽ ഒരു സംഘം ശാസ്ത്രജ്ഞനെ വികസിപ്പിച്ചെടുത്താണ് ഉറക്കശീലങ്ങളെ അടിസ്ഥാനമാക്കി ആരോഗ്യ പ്രശ്നങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന ആദ്യ മോഡലിന്റെ പേരാണ് സ്ലീപ്പ് FM. 2026 ജനുവരിയിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ താരമാണ് ആര്? സൈന നെഹ്വാൾ. നമുക്കൊക്കെ പ്രിയപ്പെട്ട കായിക താരമാണ് സൈന നെഹ്വാൾ. ബാഡ്മിന്റൺ ആണ്, അറിയാമല്ലോ. ബാഡ്മിന്റൺ ഒളിമ്പിക്സിൽ നോക്കൂ, മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് സൈന. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു. കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ അധികമായിട്ട് സൈന നെഹ്വാളിനെ കുറിച്ച് പത്മശ്രീയും അവർക്ക് കിട്ടിയ മറ്റ് അവാർഡുകളും കേരളത്തെയും അർജുന അവാർഡും ഒക്കെ പഠിക്കണം. എന്നാൽ വളരെ കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം, അതൊക്കെ ഒന്ന് നോക്കി പോവുക കേട്ടോ. ഇപ്പം ബാഡ്മിന്റൺ എന്ന് പറഞ്ഞതുകൊണ്ട് ബാഡ്മിന്റണുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റും സൈന നെഹ്വാളിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. സൈന നെഹ്വാൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ട താരമാണ്. ഇവരാണ് 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ ആദ്യമായിട്ട്, 2012 വർഷം ശ്രദ്ധിക്കണം, ഒളിമ്പിക്സ് ശ്രദ്ധിക്കണം കേട്ടോ. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സിലെ ഒരു മെഡല് വെങ്കലമാണ്. ശ്രദ്ധിക്കണം, വെങ്കലം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത, അഥവാ ഒരു മെഡൽ കരസ്ഥമാക്കുന്നു ബാഡ്മിന്റണിൽ ആദ്യമായിട്ടൊരു ഇന്ത്യൻ വനിത. ഒളിമ്പിക്സില് ബാഡ്മിന്റണില് ആദ്യമായി മെഡൽ കിട്ടിയ വനിതയാരാണ്? ഇന്ത്യൻ വനിത സൈന നെഹ്വാൾ ആണ്. ഒരു മാർക്ക് ഷുവർ ആണ് കേട്ടോ. അവിടെ വെങ്കലം അല്ലെങ്കിൽ ആദ്യം മെഡൽ എന്നാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ, അവിടെ ഒരു എക്സ്ട്രാ പോയിന്റ് പറഞ്ഞുതരാം, കൂട്ടുകാർ ഓർത്ത് വെച്ചേക്കുക. 2016 റിയോ ഡി ജനീറോ ഒളിമ്പിക്സ്. 2016 റിയോ ഒളിമ്പിക്സിനകത്ത് നമ്മുടെ പ്രിയപ്പെട്ട താരം PV സിന്ധുവിന്, ആരാണ് എല്ലാവർക്കും അറിയാം, PV സിന്ധുവിന് അല്ലെ. അപ്പൊ PV സിന്ധുവിന് എന്ത് കിട്ടുന്നുണ്ട്? വെള്ളി കിട്ടുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളി മെഡൽ കിട്ടുന്നത് ആദ്യമായിട്ട് ഒരു ഒളിമ്പിക്സിൽ വെള്ളി ബാഡ്മിന്റണിൽ കിട്ടുന്നത് 2016 PV സിന്ധുവിനാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അത് ഏതാണ് ഒളിമ്പിക്സ്? അത് റിയോ ഡി ജനീറോ ഒളിമ്പിക്സ് ആണ്. എന്നാൽ 4 കൊല്ലം മുമ്പ് 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് ബാഡ്മിന്റണിൽ മെഡൽ നേടിയത് നമ്മുടെ പ്രിയപ്പെട്ട താരം സൈന നെഹ്വാൾ ആയിരുന്നു. സൈനയെ എന്താണ് വിളിക്കാറ്? അയൺ ബട്ടർഫ്ലൈ എന്ന് വിളിക്കാറുണ്ട്. അയൺ ബട്ടർഫ്ലൈ എന്നറിയപ്പെടുന്ന ആരാണ്? അയൺ ബട്ടർഫ്ലൈ നമ്മൾ PT ഉഷയെ വിളിക്കാറുണ്ട് പയ്യോളി എക്സ്പ്രസ് അല്ലെ. ട്രാക്കുകളുടെയും ഈ മൈതാനങ്ങളുടെയും റാണി എന്നൊക്കെ വിളിക്കാറുണ്ട്. അങ്ങനെ ചില വിശേഷണങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. നോക്കൂ, അയൺ ബട്ടർഫ്ലൈ എന്നറിയപ്പെടുന്ന കായിക താരം ലേഡി ടെണ്ടുൽക്കർ എന്ന് വിളിച്ചിരുന്നത് മിതാലി രാജിനെയാണ്. മിതാലി രാജ് ലേഡി ടെണ്ടുൽക്കർ എന്ന് വിളിക്കാറുണ്ട്. അയൺ ബട്ടർഫ്ലൈ എന്നറിയപ്പെടുന്നു ആര്? സൈന നെഹ്വാൾ. പേര് ശ്രദ്ധിക്കാം, സൈന നെഹ്വാൾ. ഓക്കെ, ബാഡ്മിന്റണില് ലോക റാങ്കിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ബാഡ്മിന്റൺ ലോക റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ്. ലോകത്തുള്ള മുഴുവൻ ബാഡ്മിന്റൺ താരങ്ങളും എടുത്തു നോക്കുമ്പോൾ അതിൽ 1ാം റാങ്കിലെത്തിയ ആദ്യമായിട്ടൊരു ഇന്ത്യൻ വനിത ആരാണ്? അത് നമ്മുടെ സൈന നെഹ്വാളാണ്. അപ്പൊ സൈന നെഹ്വാളിന്റെ 2 പ്രധാനപ്പെട്ട നേട്ടങ്ങൾ കിട്ടിയോ? വേറെയും ഉണ്ട്. ഏഷ്യൻ ഗെയിംസിലേക്ക് വരുന്ന സമയത്ത് അവിടെ ആദ്യമായിട്ട് വെങ്കലം നേടിയത് ഈ പറയുന്ന സൈന നെഹ്വാളാണ്. ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായിട്ട് വെങ്കലം നേടിയത് ബാഡ്മിന്റൺ വനിത. അതുപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ബാഡ്മിന്റണിൽ സൈന നെഹ്വാളാണ്. ഇങ്ങനെ ഒരുപാട് പോയിന്റുകൾ ഉണ്ട്, ഞാൻ എല്ലാം ഒന്നും ക്ലാസ്സിൽ പറയുന്നില്ല. അപ്പൊ ഈ പറഞ്ഞ 2 പോയിന്റ് എല്ലാവരും പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഒന്ന്, ഒളിമ്പിക്സിൽ ആദ്യമായി ഒരു മെഡല് ബാഡ്മിന്റണിൽ നേടുന്ന വനിതാ താരമാണ്. വെങ്കലമായിരുന്നു. 2012 ലണ്ടൻ ഒളിമ്പിക്സ് ആയിരുന്നു സൈന. രണ്ടാമത്തെ പോയിന്റ്, ബാഡ്മിന്റൺ ലോക റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത. രണ്ടും എല്ലാവരും പഠിച്ചല്ലോ. അവരെ കുറിച്ച് പറയുന്ന വിളിപ്പേരാണ് അയൺ ബട്ടർഫ്ലൈ.
അയൺ ബട്ടർഫ്ലൈ അല്ലേ, നല്ല സുന്ദരിയായ മേഡത്തിന്റെ ഫോട്ടോ കാണാം. അപ്പൊ ബട്ടർഫ്ലൈ ആലോചിക്കുക, അയൺ ബട്ടർഫ്ലൈ. നോക്കൂ, അവരുടെ ആത്മകഥ PYQ ഒരുപാട് തവണ ചോദിച്ച വളരെ ഇമ്പോർട്ടന്റ് ആയ ബുക്കാണ് പ്ലേയിങ് ടു വിൻ. പ്ലേയിങ് ടു വിൻ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചേർക്കെങ്കിലും മറ്റു ചില ആത്മകഥകൾ ഓർമ്മ വരും, അല്ലെങ്കിൽ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. പ്ലേയിങ് ടു വിൻ ആണ് സൈന നെഹ്വാളിൻ്റെത്. ഇവിടെ ബുക്ക് കൊടുത്തിട്ടുണ്ട് പ്ലേയിങ് ടു വിൻ. കണ്ടോ നിങ്ങള്? സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഓട്ടോബയോഗ്രഫി PSC എത്ര തവണയാ ചോദിച്ചത്? ഇത് ഞാൻ സ്റ്റാർ ഇട്ട് വെക്കാം. നോക്കൂ, സച്ചിൻ പ്ലേയിങ് ഇറ്റ് മൈ വേ. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ആത്മകഥ പ്ലേയിങ് ഇറ്റ് മൈ വേ, പ്ലേയിങ് ഇറ്റ് മൈ വേ, പ്ലേയിങ് ഇറ്റ് മൈ വേ. പ്ലേയിങ് ടു വിൻ സൈന നെഹ്വാൾ, പ്ലേയിങ് ടു വിൻ സൈന നെഹ്വാൾ, പ്ലേയിങ് ഇറ്റ് മൈ വേ സച്ചിൻ ടെണ്ടുൽക്കർ. നോക്കൂ, പ്ലേയിങ് വിത്ത് ഫയർ ആരാണ്? നസീർ ഹുസൈന്റെ ഓട്ടോബയോഗ്രഫിയാണ് പ്ലേയിങ് വിത്ത് ഫയർ. പ്ലേയിങ് വിത്ത് ഫയർ ആരുടെ ആത്മകഥയോടാ? നസീർ ഹുസൈൻ. ക്രിക്കറ്റ് താരമാണ്. മറ്റൊരു താരമാണ് യുവരാജ് സിംഗ്. ആ യുവരാജ് സിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മകഥ നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന് ചില അസുഖമൊക്കെ വന്നു ഇടക്കാലത്ത്. ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ്, ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ്, യുവരാജ് സിംഗ്. ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് എല്ലാം PSC ചോദിച്ച ഓട്ടോബയോഗ്രഫിയാണ്, പ്രധാനപ്പെട്ടതാണ്, പരീക്ഷകൾക്ക് ചോദ്യം വന്നിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കും. അപ്പൊ നമ്മൾ പ്ലേയിങ് ടു വിൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അതങ്ങ് പഠിപ്പിച്ചു പോവുകയാണ്. അൺബ്രേക്കബിൾ അല്ലെ, ബോക്സിംഗ്, ബോക്സിംഗ് ഇതിഹാസം മേരി കോം. മേരി കോമിന്റെ ആത്മകഥയാണ് അൺബ്രേക്കബിൾ. PSC റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്ലേയിങ് ഇറ്റ് മൈ വേ സച്ചിൻ ടെണ്ടുൽക്കർ. ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് യുവരാജ് സിംഗ്. പ്ലേയിങ് വിത്ത് ഫയർ നസീർ ഹുസൈൻ. നോക്കൂ അടുത്തത് അൺഗാർഡഡ് ആരുടെ പുസ്തകമാണ്? മിതാലി രാജ്. ഞാൻ നേരത്തെ പറഞ്ഞ ലേഡി ടെണ്ടുൽക്കർ എന്ന് വിളിക്കുന്ന മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിരുന്ന മിതാലി രാജിൻ്റെതാണ് അൺഗാർഡഡ് അല്ലെ. സണ്ണി ഡേയ്സ് എത്ര തവണ ചോദിച്ച കൃതിയാണ് നിങ്ങൾക്ക്? സണ്ണി ഡേയ്സ് എത്രയോ തവണ ചോദിച്ചു. അപ്പൊ സണ്ണി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആരെ ഓർമ്മ വരിക? സുനിൽ ഗവാസ്കറിനെ ഓർമ്മ വരണം. ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അറിയില്ല എങ്കിലും ക്രിക്കറ്റിലെ എക്കാലത്തെയും ഇതിഹാസങ്ങൾ ഒരാളാണ് ഇന്ത്യയുടെ സുനിൽ ഗവാസ്കർ. സണ്ണി ഡേയ്സ്, സണ്ണി ഡേയ്സ്. നോക്കൂ, PSC മുമ്പ് കഴിഞ്ഞ 2 വർഷം മുമ്പ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ബിലീവ്. 2023 തോന്നുന്നു, 2-3 വർഷം മുമ്പ് ചോദിച്ചു ബിലീവ്. ആരുടെ ആത്മകഥയാണ്? സുരേഷ് റെയ്ന. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് സുരേഷ് റെയ്ന. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ബിലീവ്. ബിലീവ്, സുരേഷ് റെയ്ന. എയ്സ് അഗെയിൻസ്റ്റ് ഓഡ്സ്, എയ്സ് അഗെയിൻസ്റ്റ് ഓഡ്സ്. നിങ്ങൾക്ക് ഒരു പക്ഷേ എന്റെ സ്ക്രീൻ കാണുന്നില്ല, എന്റെ പിറകിൽ ഉണ്ടാവും. എയ്സ് അഗെയിൻസ്റ്റ് ഓഡ്സ്. നോക്കൂ, ടെന്നീസ് താരം, ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ടെന്നീസ് താരം. അത് വനിതകളുടെ എണ്ണത്തിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിലൊരാളാണ് സാനിയ മിർസ. ഇനി മറ്റൊരു ഇതിഹാസമാണ് ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് 29 നിങ്ങൾക്കറിയാം. ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29 ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ്. ഇന്ത്യയിലെ ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദിന്റെ ഓട്ടോബയോഗ്രഫിയാണ് ഗോൾ. ശ്രദ്ധിക്കണം, ഗോൾ എന്ന ആത്മകഥ ആരുടേതാണ്? PYQ ആണ്. ഗോൾ എന്ന ആത്മകഥ ധ്യാൻചന്ദിന്റെതാണ്. നോക്കൂ, പൂന ഗെയിം എന്നറിയപ്പെടുന്ന കായിക വിനോദം ഏതാണ്? കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിനിടയിൽ എന്താണ് ഈ ഒരു ചോദ്യം എന്ന് ചിന്തിക്കേണ്ട. നോക്കൂ, ആനുകാലികത്തോടൊപ്പം നിങ്ങൾ പഠിക്കേണ്ടതാണ് കലാ, കായിക, സാഹിത്യ, സാംസ്കാരിക മേഖല. അപ്പം കായികം ഇമ്പോർട്ടന്റ് ആണ്. PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പൂന ഗെയിം. നമ്മളിപ്പോൾ പറഞ്ഞ സൈന നെഹ്വാളിന്റെ കായികം ഏതായിരുന്നു? മേഖല ഏതായിരുന്നു? ബാഡ്മിന്റൺ അല്ലേ? ഇപ്പൊ പൂന ഗെയിം എന്നറിയപ്പെടുന്നു. ബാഡ്മിന്റണിൽ പ്രധാനപ്പെട്ട ചില കപ്പുകൾ PSC ചോദിക്കാറുണ്ട്. അത് മാത്രം ഞാൻ എടുത്തു എഴുതിയിട്ടുണ്ട്. പുരുഷന്മാർക്കുള്ള ലോക ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് അറിയപ്പെടുന്നത് തോമസ് കപ്പ് എന്നാണ്. അതുപോലെ തന്നെ വനിതകൾക്കാണെങ്കിൽ അത് യൂബർ കപ്പ് എന്ന് വിളിക്കും. പഠിച്ചു വെക്കുക. തോമസ് സുധീറും കൂടിയും ഊബർ വിളിച്ചു പോയി എന്നൊക്കെ പറയാറുണ്ട് പിള്ളേര്. തോമസ് സുധീറും ഊബർ വിളിച്ചു പോയി എന്ന് പറയാറ് എന്ത്? ബാഡ്മിന്റൺ കളിക്കാൻ. അപ്പൊ യൂബർ കപ്പ്, സുധീർമാൻ കപ്പ്, തോമസ് കപ്പ്, യോനെക്സ് കപ്പ്, ഇതെല്ലാം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ബാഡ്മിന്റണുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ പഠിച്ചു വെച്ചേക്കുക. ഇതിങ്ങനെയാണ് ചോദിക്കുക. ഈ ഹോക്കി, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ടൂർണമെന്റുകൾ അതൊക്കെ പേര് പഠിക്കണം. അപ്പൊ ഡ്യൂറന്റ് എന്ന് കേൾക്കുമ്പോൾ ഫുട്ബോളിലേക്ക് പോകണം. അപ്പൊ തോമസ് എന്ന് കേൾക്കുമ്പോൾ ഇനി ബാഡ്മിന്റൺ ആണെന്ന് പറയണം. തോമസ് കപ്പ്, യൂബർ കപ്പ്, സുധീർമാൻ കപ്പ്, യോനെക്സ് കപ്പ്. പ്രധാനപ്പെട്ട ബാഡ്മിന്റൺ താരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇത്രയും ആളുകളെ തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് വരെ ഇന്ത്യയിലെ പ്രശസ്തരായ ബാഡ്മിന്റൺ താരങ്ങളെ കുറിച്ചൊരു ധാരണ ഉണ്ടാവും. നമ്മളൊക്കെ സിനിമയിൽ കാണുന്ന ദീപിക പദുക്കോൺ അല്ലേ, മാഡത്തിന്റെ അച്ഛൻ പ്രകാശ് പദുക്കോൺ. ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ബാഡ്മിന്റൺ താരമായിരുന്നു പ്രകാശ് പദുക്കോൺ. വലിയ വീട്ടിൽ ദിജു, മലയാളിയാണ്, കോഴിക്കോട്ടുകാരനാണ്. വലിയ വീട്ടിൽ ദിജു ചോദിക്കും. വി ദിജു
ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ബാഡ്മിന്റൺ താരമാണ് വലിയ വീട്ടിൽ ദിജു. ഇവിടെ എന്താ നടുക്ക് കാണാം അദ്ദേഹത്തെ. പ്രകാശ് പതുക്കോണെ പിന്നെ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്, അല്ലെ? സ്ക്രീൻ നോക്കിയാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ PV സിന്ധുവിന്റെ ഒക്കെ ഗുരു ഉണ്ട്, P ഗോപിചന്ദ്, അല്ലെ? P ഗോപിചന്ദ്, അദ്ദേഹത്തെ കാണാം. P ഗോപിചന്ദ്, PV സിന്ധു, സൈന നെഹ്വാൾ, ജ്വാല ഗൂട്ട. ഓരോരുത്തരും ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നില്ല, ഇതൊക്കെ നിങ്ങൾ ഒരു പക്ഷേ മുമ്പ് കേട്ട പേരുകളായിരിക്കും. ജ്വാല ഗൂട്ട. അതുപോലെ തന്നെ കിഡംബി ശ്രീകാന്ത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരമാണ് കിഡംബി ശ്രീകാന്ത്. ഇവിടെ കാണാം അദ്ദേഹത്തെ, കിഡംബി ശ്രീകാന്ത്. P കശ്യപ് ഉണ്ട്, എല്ലാവരുടെയും ഫോട്ടോ ഇല്ല. HS പ്രണോയ്, ഞാൻ അടയാളപ്പെടുത്താം, കഴിഞ്ഞ വർഷം PSC ചോദിച്ച ചോദ്യമാണ്. ട്രീസ ജോളി, PSC ചോദിച്ച ചോദ്യമാണ്, മലയാളികളാണ്. HS പ്രണോയ്, ട്രീസ ജോളി തുടങ്ങിയവർ മലയാളികളായ ഏറ്റവും അറിയപ്പെടുന്ന റീസെന്റ് ഈ കഴിഞ്ഞ വർഷമൊക്കെ PSC ചോദിച്ച കറണ്ട് അഫയേഴ്സിലെ ചോദ്യങ്ങളാണ്. അപ്പൊ കറണ്ട് അഫയേഴ്സിലെ മാർക്ക് കിട്ടാൻ മനസ്സിലായല്ലോ. HS പ്രണോയ് ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ബാഡ്മിന്റൺ. ട്രീസ ജോളി ഏത് കായികം? ബാഡ്മിന്റൺ. ലക്ഷ്യ സെൻ, മലയാളി അല്ലെങ്കിലും ചോദിച്ചു കഴിഞ്ഞ വർഷം. ലക്ഷ്യ സെൻ ഈ പറയുന്ന ബാഡ്മിന്റൺ. സാത്വിക് സായിരാജ്, രംഗി റെഡ്ഡി, അല്ലേ? ചിരാഗ് ഷെട്ടി, രണ്ട് പേരുകളാ. സ്വാതിക് സായിരാജ്, ചിരാഗ് ഷെട്ടി. ഞാൻ കഴിഞ്ഞ വർഷം ഗേലത്ന പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ കോഡ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, സ്വാദുള്ള ചീര എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ കോഡാക്കി നമ്മൾ പഠിച്ച രണ്ട് പേരാണ് കഴിഞ്ഞ കാലങ്ങളിൽ 2024 ശേഷം PSC പരീക്ഷയിൽ എത്രയോ തവണ റിപ്പീറ്റ് ചെയ്ത് വന്ന പേരുകളാണ്. സ്വാതിക് സായിരാജ്, രംഗി റെഡ്ഡി, ചിരാഗ് ഷെട്ടി. സാത്വിക് സായിരാജും ചിരാഗ് ഷെട്ടിയും. PC തുളസിയൊക്കെ പഴയ താരമാണ്. അശ്വിനി പൊന്നപ്പ പഴയ താരമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം ചോദിച്ചു എന്ന് പറയാൻ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട പേഴ്സൺസ് ആണ് സാത്വിക് സായിരാജും ചിരാഗ് ഷെട്ടിയും. നോക്കൂ, സാച്ചി എന്നിവർ അറിയപ്പെടാറുണ്ട്. സാത്വിക്കിന്റെ സായും ചിരാഗിന്റെ ചിയും. സാച്ചി, സാക്ഷിയല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ലോക ബാഡ്മിന്റൺ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത സൈന നെഹ്വാൾ ആണ്. ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ ഡബിൾസ് ജോഡിയായിട്ട് മാറിയത്. ഇങ്ങനെ ഒരു റെക്കോർഡ് ഇവർക്ക് മാത്രമാണുള്ളത്. എന്താണ്? ഡബിൾസിൽ. ഇതിനു മുമ്പ് ബാഡ്മിന്റൺ ലോക ഒന്നാം റാങ്കിങ്ങിൽ എത്തിയത് ഒന്ന് നമ്മുടെ പ്രകാശ് പതുക്കോണായിരുന്നു, 2 സൈന നെഹ്വാൾ ആയിരുന്നു, 3 കിഡംബി ശ്രീകാന്ത് ആയിരുന്നു. ബാക്കി ഞാൻ ഇപ്പോൾ പറഞ്ഞ പേരുകാരൊന്നും ലോക ഒന്നാം നമ്പറിൽ എത്തിയിട്ടില്ല. പ്രകാശ് പതുക്കോണും അതുപോലെ തന്നെ കിഡംബി ശ്രീകാന്തും അതുപോലെ തന്നെ നമ്മുടെ സൈന നെഹ്വാൾ എത്തിയിരുന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്, ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ആദ്യത്തെ ഡബിൾസ് ജോഡിയായി ചരിത്രം കുറിച്ചത് ആരെന്ന് ചോദിച്ചാൽ സാച്ചി ടീം അല്ലെങ്കിൽ സാത്വിക് സായിരാജ്, ചിരാഗ് ഷെട്ടി. കിട്ടുമല്ലോ? കിട്ടും. 2025 ലോക ചാമ്പ്യൻഷിപ്പിൽ ഇവർക്ക് വെങ്കലം കിട്ടി. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കറണ്ട് അഫയേഴ്സിൽ. 2025 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിയതാരാണ് ചോദിച്ചാൽ സാത്വിക് സായിരാജ്, ചിരാഗ് ഷെട്ടി സഖ്യമാണ്. നോക്കൂ, 2022 ലോക ചാമ്പ്യൻഷിപ്പിൽ ഇവർക്ക് എന്ത് കിട്ടിയിരുന്നു? വെങ്കലം കിട്ടിയിരുന്നു. അപ്പൊ ഇവർക്ക് രണ്ടാം തവണയാണ് കിട്ടുന്നത്. ലോക ചാമ്പ്യൻഷിപ്പിൽ 2022 വെങ്കലം കിട്ടിയിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് 2025 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം കിട്ടിയിരുന്നു കേട്ടോ. ഇവർക്ക് 2023 അന്ന് ഈ പറയുന്ന 22 ലോക ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം കിട്ടിയത് കൊണ്ട് അതിനുശേഷം ഇവർക്ക് ഇന്ത്യ സർക്കാർ എന്ത് നൽകിയിരുന്നു? ഖേൽരത്ന പുരസ്കാരം നൽകിയിരുന്നു 23. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനിയും ഇവരെ കുറിച്ച് പോയിന്റുകൾ ഉണ്ട്, തീർന്നിട്ടില്ല. ഞാനിപ്പോൾ ക്ലാസ് നീണ്ടു പോകുന്നുണ്ട്, ബോറടിക്കുന്നുണ്ട്, അവസാനിപ്പിക്കാറാണ്. ഇവരെ കുറിച്ചുള്ള പോയിന്റുകൾ ഒരുപാട് പഠിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ ഇത്രയും നിങ്ങൾ ഓർത്തു വെക്കുക. 3 പ്രധാനപ്പെട്ട പോയിന്റ്. ഒന്ന്, ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ ഡബിൾസ് ജോഡിയാണ് ഇവര്. രണ്ടാമത്തത് 2025 ലോക ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം കിട്ടി. ഓക്കെയാണ്. മൂന്നാമത്തത് 23 ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം കിട്ടി. ചോദിക്കാൻ സാധ്യതയുണ്ട്, സാക്ഷി എന്നറിയപ്പെടുന്നു. ബ്രസീലിലെ ബലേമിൽ വെച്ച് നടന്ന ആഗോള കാലാവസ്ഥാ സമ്മേളനം നമ്മൾ ഡിസംബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് ഈ നമ്മുടെ ഒരു ക്ലാസിന്റെ സീരീസിൽ 15 വരെയുള്ള ക്ലാസ്സുകൾക്കിടയിൽ ഞാൻ എടുത്തിരുന്നു. കൃത്യമായിട്ട് നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ലോക കാലാവസ്ഥ ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥ ഉച്ചകോടി കോപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ കാലാവസ്ഥ ഉച്ചകോടി 2025 നടന്നത് ബ്രസീലിലായിരുന്നു. കോഡ് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ക്ലാസ് ഒക്കെ കാണാത്തവർ നിർബന്ധമായിട്ടും കാണണം. ബലമായിട്ട് ബസ്സിൽ കയറിയിട്ട് ആന്റിയോട് തർക്കിച്ചിട്ട് എത്തിക്കൊണ്ട് അടിച്ചു ബാബ എന്നൊരു കോഡൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ട് ആ കോഡ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ 15 ക്ലാസ് കണ്ടാൽ എത്ര കോഡുകൾ ഓരോ ക്ലാസ്സിലും പറയുന്നത്.
അപ്പൊ അങ്ങനെ നിങ്ങൾ ഇത് നിർബന്ധമായിട്ടും ഏതൊരു PSC പരീക്ഷയിലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ് UN കാലാവസ്ഥ ഉച്ചകോടി. അപ്പൊ കഴിഞ്ഞ 2025 നടന്ന മുപ്പതാമത് UN കാലാവസ്ഥ ഉച്ചകോടി ബലേം. ആ ബലേമിൽ വെച്ച് നടന്ന കാലാവസ്ഥ ഉച്ചകോടിയില് 2070 ഇതാണ് ഹൈലൈറ്റ്. 2070 കൂടി ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ച രാജ്യം ഇന്ത്യയാണ്. 2026 ജനുവരിയിൽ ഉഗാണ്ടയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. സാറിന്റെ ഫോട്ടോ കണ്ടവിടെ ഞാനിവിടെ സ്റ്റാർ ഇട്ട് വെക്കാം. കാരണം നിങ്ങളൊരു 2 മാസം കണ്ട് കാണുമ്പോൾ ഇത് ചെക്ക് ചെയ്യണം. കേട്ടല്ലോ, യോവേരി കെ മുസേവേനി. ഉഗാണ്ടയിലേക്ക് പോയിക്കോ എന്ന് പറയാറുണ്ട് ചിലപ്പോൾ തമാശക്ക് നമ്മുടെ നാട്ടിൻ പുറത്ത്. യോവേരി കെ മുസേവേനി, നല്ല പേരല്ലേ? നല്ല പേരാണ്. യോവേരി കെ മുസേവേനി. ഓക്കെ, സെറ്റാണല്ലോ. മൂസ എന്ന് വിളിച്ചാൽ മതി. ഉഗാണ്ടയിൽ മൂസക്കായിയാണ്. കേട്ടാണ് എന്താണ്? ഉഗാണ്ടയില് മൂസവേനി എന്ന് വിളിച്ചത്. മൂസവേനി. മെറ്റ, നിങ്ങൾക്കറിയാം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഫേസ്ബുക്കിന്റെ ഉൾപ്പെടെയുള്ള മാതൃ കമ്പനിയാണ് മെറ്റ. അപ്പൊ സുക്കർബർഗ് ചേട്ടനാണ് അതിന്റെ ചെയർമാൻ. അപ്പൊ വൈസ് ചെയർമാനെ നമ്മൾ പ്രസിഡന്റ് എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ മെറ്റയുടെ അതിന്റെ ഹെഡ് സുക്കർബർഗ് ആണ്, നിങ്ങൾക്കറിയാലോ മെറ്റ. അപ്പൊ മെറ്റയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത് ആരെന്ന് ചോദിച്ചാൽ ദിന പവൽ മെക്കോർമിക്. ഈ പേരും ഒരു വെറൈറ്റിയാണ്. ഇതും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇത് രണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് വരാൻ പോകുന്ന ഒരു 5 മാസത്തിനുള്ളിലുള്ള എക്സാമിനൊക്കെ കേട്ടോ. ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം. മെറ്റ ദിന പവൽ മക്കോർമിക്. ദിന പവൽ പാവൽ എന്നൊക്കെ പറയാറുണ്ടേ. നമ്മൾ ടെലഗ്രാമിന്റെ തലവനെ പഠിച്ചിരുന്നു, പാവൽ ദുരോവ് എന്ന്. അപ്പോൾ ഇതും ഒരു പാവലാണ്. പവൽ എന്ന് പറയുക. ദീനം വന്നാൽ പാവമാണ് എല്ലാവരും. ദീനം വന്നാൽ പാവമാണ്. നമ്മൾ മുറ്റത്തൊന്നും ഇറങ്ങൂല, മുറ്റത്തിറങ്ങില്ല. ദീനം വന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ അമ്മേ അച്ഛാന്ന് വിളിച്ച് ഇങ്ങനെ കിടക്കും അല്ലേ? നമ്മൾ ഭയങ്കര പാവങ്ങളായിരിക്കും. അതുവരെ നമ്മൾ പോക്കിരികളായിരിക്കും. എന്താ അസുഖം വന്നാല് നമ്മൾ ഭയങ്കര ദൈവവിശ്വാസവും അമ്മേനെയും അച്ഛനെയൊക്കെ വിളിച്ച് ഇങ്ങനെ കിടക്കും, മുറ്റത്തൊന്നും ഇറങ്ങില്ല. അപ്പൊ മുറ്റം ദീനം പവൽ മെക്കോർമിക്. പേരൊക്കെ മലയാളത്തിൽ ഇങ്ങനെ നല്ല കേട്ടോ, കറക്റ്റ്. ദീന പവൽ മെക്കോർമിക്. മക്കളെ, 79ാമത് സന്തോഷ് ട്രോഫി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 79ാമത് സന്തോഷ് ട്രോഫി 2026 നടക്കുന്നു. എവിടെ വെച്ചിട്ടാണ് നടന്നതെന്ന് ചോദിച്ചാൽ അത് ആസാമിൽ വെച്ചിട്ടായിരുന്നു. ഫെബ്രുവരി മാസം 8-ാം തീയതി 2026 അതിന്റെ ഫൈനൽ മത്സരം നടന്നു. മലയാളികളെ സംബന്ധിച്ച് മലയാളികളെല്ലാം ശ്രദ്ധിച്ച് നമ്മൾ കപ്പടിച്ചു എന്ന് വിചാരിച്ചെടുത്തു നിന്നും എനിക്ക് തോന്നുന്നു എക്സ്ട്രാ ടൈമിൽ 109ാമത്തെ ആ ഒരു സമയത്ത് എങ്ങനെയാണ് നമ്മുടെ മലയാളികളുടെ നെഞ്ച് തകർക്കുന്ന ആ ഗോള് വന്നത്. ആ ഗോൾ അടിച്ചത് അഭിഷേക് പവാർ. നല്ല പവറിലടിയായിരുന്നു. അഭിഷേക് ബച്ചൻ കേട്ടിട്ടുണ്ടാവും. അഭിഷേകിന്റെ നല്ല പവറിലടി കേരളക്കാരെ തകർത്തു എന്നാലോചിക്കുക. എന്ന് വെച്ചാൽ കേരളം വീണ്ടും റണ്ണറപ്പായി. 79ാമത് സന്തോഷ് ട്രോഫിയിൽ മുത്തമിട്ടത് സർവീസസ് ആണ്. നടന്നത് ആസാമിൽ വെച്ചിട്ടാണ്. ഷുവർ ആയിട്ടും ചോദിക്കും, സ്റ്റേറ്റ്മെന്റ് വരെ ചോദ്യം വരും. 2026 79ാമത് 25 26 നോട്ടുണ്ടാവുക. ഞാനിവിടെ 26 നോക്കണ്ട കൊടുത്തത്. അപ്പൊ 2026 നടന്ന 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരം അത് നടന്നത് ആസാമിൽ വെച്ചിട്ടാണ്. ജയിച്ചത് സർവീസസ് ആണ്. കേരളത്തെ തകർത്ത് സർവീസിൽ കയറി എന്നാലോചിക്കുക. നിങ്ങൾക്ക് സർവീസ് കയറണ്ടേ? അപ്പൊ കേരളത്തെ തകർത്ത സർവീസസ് അടുത്ത 2027 നിങ്ങളൊക്കെ സർവീസിൽ എത്തട്ടെ. ഈ ക്ലാസ് കാണുന്നവർ വെറുതെ അല്ല, കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ സന്തോഷം കിട്ടണമെങ്കിൽ നിങ്ങൾ സർവീസ് കയറണം. 79ാമത് സന്തോഷ് സർവീസസ് വേണ്ടേ? സർവീസ് കയറണം ആഗ്രഹമുള്ളവർ, ഈ വീഡിയോ ഇതുവരെ കണ്ടവര്, ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും 10-100 ക്ലാസ്സുകൾ ഞാൻ എടുക്കണമെങ്കിൽ നിങ്ങളുടെ കമന്റ് കാണണം. ഒരു 200 പേര് സർവീസ് കയറാൻ ആഗ്രഹിക്കുന്ന 200 കമന്റ് കണ്ടാൽ ഉറപ്പായിട്ടും 150 ക്ലാസ് എന്ന് പറഞ്ഞാൽ വെറും 15 ക്ലാസ് എടുത്തിട്ടുള്ളൂ, 10%. ഇനി ബാക്കി 135 ക്ലാസ് പെൻഡിങ് ആണ്. യൂട്യൂബിൽ ഇടണമെങ്കിൽ നിങ്ങളെ കമന്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യൂല. എന്നാലും സർവീസ് കയറാൻ ആഗ്രഹിക്കുന്നവർ കമന്റ് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്താലോ, അല്ലേ? അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് സർവീസ് കയറാൻ ആഗ്രഹം. അപ്പൊ 79 സന്തോഷം. അപ്പൊ നിങ്ങൾക്ക് സന്തോഷം കിട്ടും, സർവീസ് കയറണം. 27 നമുക്ക് കിട്ടോ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, റണ്ണറപ്പ് കേരളം. ഇത് എവിടെയായിരുന്നു ഫൈനൽ മത്സരം? ഫെബ്രുവരി മാസം 8-ാം തീയതി. ഡേറ്റ് നിങ്ങൾ പഠിക്കണ്ട കേട്ടോ. ജനുവരി 21 വരെ ഫെബ്രുവരി 8-ാം തീയതി ആയിരുന്നു. ആ ഫൈനൽ ഫെബ്രുവരി 8-ാം തീയതി നടന്നപ്പോ അത് എവിടെ വെച്ചിട്ടു? ദക്കുഗാന സ്റ്റേഡിയം ആസാം. ഫുട്ബോൾ ആണ് സന്തോഷ് ട്രോഫി എങ്കിൽ വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് ആണ്. 2026 വിജയ് ഹസാരെ നേടിയത് വിദർഭ. സ്വരാഷ്ട്രയെ തോൽപ്പിച്ചുകൊണ്ട് വിദർഭ.
വിജയ് ഹസാരെ വിദർഭ. വിജയ് ഹസാരെ ക്രിക്കറ്റ് ആണ്, വിദർഭ. വിജയ് ഹസാരെ വിദർഭ. നിങ്ങൾ കമന്റ് ചെയ്യും, അഭിപ്രായം പറയും. അടുത്ത ക്ലാസ് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.